Hello, welcome to the next session on functional analysis. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്ഷൻ 4.2 ആണ്. എക്സാമ്പിൾസ് ഓഫ് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഒരു 3 എക്സാമ്പിൾസ് ആണ് നമ്മൾ കാണുന്നത്. ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സിനുള്ള 3 എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാൻ എക്സ് നമ്മുടെ നോംഡ് ലീനിയർ സ്പേസ് എക്സ് ആയിട്ട് C01 ആണ് എടുത്തിരിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 01. സപ്പോസ് എഫ് ഇസ് സച്ച് എ കണ്ടിന്യൂസ് ഫങ്ഷൻ. ദെൻ ക്ലോസ്ഡ് C01ലുള്ള നോം നമ്മൾ എടുക്കുന്നത് സുപ്രീമം നോം ആണ്. സോ ഇഫ് എഫ് ഇസ് ഇൻ C01, നോം എഫ് ഇസ് സുപ്രീമം ഓഫ് സെറ്റ് ഓഫ് ഓൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് ടി where t varies over closed interval 01. ഇനി k എന്ന് പറയുന്നത് എ കണ്ടിന്യൂസ് ഫങ്ഷൻ ഓഫ് 2 വേരിയബിൾസ് ടി ആൻഡ് ടോ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഈ ടിയും ടോയും വാല്യൂസ് എടുക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 01 നിന്ന് തന്നെയാണ്. അപ്പോൾ ഈ k എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 01 ക്രോസ് ക്ലോസ്ഡ് ഇൻ്റർവൽ 01ലുള്ള ഒരു കണ്ടിന്യൂസ് ഫങ്ഷനാണ് ഇവിടുത്തെ k എന്ന് പറയുന്ന ഫങ്ഷൻ. ഈ k ഉപയോഗിച്ച് C01ൽ നിന്ന് C01ലേക്ക് തന്നെ നമ്മളൊരു മാപ്പ്, ഒരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യാണ്. C01 to C01 ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് AF is equal to integral 0 to 1 K of T tau F of tau D tau. സോ ഇവിടെ k ഒരു കണ്ടിന്യൂസ് ഫങ്ഷനാണ്, എഫും ഒരു കണ്ടിന്യൂസ് ഫങ്ഷനാണ്. വിത്ത് റെസ്പെക്ട് ടു ടോ നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ആൻഡ് ടോ വിൽ ബി ഗിവൺ വാല്യൂസ് ഫ്രം 0 to 1. സോ ഇവിടെ നിന്ന് ടോ എന്നുള്ള വേരിയബിൾ എലിമിനേറ്റ് ചെയ്ത് പോകും. അതായത് നമ്മൾ അതിന് വാല്യൂസൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ദിസ് വിൽ ബി എ ഫങ്ഷൻ ഓൺ ടി എന്നുള്ള വേരിയബിളിലുള്ള ഒരു ഫങ്ഷൻ ആയിരിക്കും ഇത്. മാത്രമല്ല നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് ക്ലിയർ ആണ്. അതായത് കെയും എഫും കണ്ടിന്യൂസ് ആയിട്ടുള്ള 2 ഫങ്ഷൻസും നമ്മളിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ AF എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ തന്നെ ആയിരിക്കും. സോ ഈ AF is in C01 itself. അപ്പോൾ ഇവിടെ ഈ AF എന്ന് പറയുന്നത് C01ലുള്ള ഒരു ഫങ്ഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഫങ്ഷൻ ആക്ട് ചെയ്യുന്നത്? സപ്പോസ് T0 is an arbitrary point of closed interval 01, then AF at T0 is equal to integral 0 to 1 K T0 tau F of tau D tau. ഇങ്ങനെയാണ് AF എന്ന് പറയുന്ന ഈ കണ്ടിന്യൂസ് ഫങ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 01ലുള്ള ഓരോ പോയിന്റിലും ആക്ട് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ നമുക്ക് AF എന്ന് പറയുന്നത് C01ൽ തന്നെയുള്ള ഒരാളാണ് എന്ന് മനസ്സിലായി. മാത്രമല്ല ഫ്രം ദിസ് ഡെഫിനിഷൻ ഇറ്റ് സെൽഫ് നമുക്ക് A എന്ന് പറയുന്നത് ലീനിയർ ആയിട്ടുള്ള ഒരു മാപ്പിംഗ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് F+G എടുക്കുകയാണെങ്കിൽ ഇവിടെ F+G ഓഫ് ടോ എന്ന് വരും. ഇൻ്റഗ്രലിനെ നമുക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ AF + AG എന്നുള്ള ഫോമിലേക്ക് അത് വരും. അതുപോലെ A ഇൻറ്റു സം ആൽഫ എഫ്. സോ ഹിയർ ദർ വിൽ ബി എൻ ആൽഫ ഹിയർ. You can take it outside. So that will be alpha times AF. So linearity of A എന്ന് പറയുന്നത് ഇവിടെ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ A is a linear operator from C01 to C01. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഡിഫൈൻ ചെയ്ത ഈ A എന്ന് പറയുന്ന ഓപ്പറേറ്റർ ബൗണ്ടഡ് ആണ് എന്നാണ് നമ്മളിനി കാണിക്കാൻ പോകുന്നത്. അതിന് ബൗണ്ടഡ് ആണ് എന്ന് കാണിക്കാനായിട്ട് നമുക്ക് നോം ഓഫ് AF എന്ന് പറയുന്നത് ദിസ് ഈസ് ആക്ച്വലി A ഓഫ് എഫ്. ഞാനത് സൗകര്യത്തിന് വേണ്ടി AF എന്ന് എഴുതാണ്. നോം ഓഫ് AF എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു നോം എഫ് ഫോർ ഓൾ എഫ് എലമെൻറ്റ് ഓഫ് C01 എന്ന് കിട്ടിയാലാണ് A ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള ലീനിയർ ഓപ്പറേറ്റർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ എന്താണ് നോം ഓഫ് AF എന്ന് പറയുന്നത്? ഈ AF എന്ന് പറയുന്നത് C01ലുള്ളതാണ്. C01ലുള്ള ഫങ്ഷൻസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നോം എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് AF ഓഫ് ടി where t varies over closed interval 01 ആണ്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ഇവിടെ
അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ 0 to 1 കെ ടി ടോ എഫ് ഓഫ് ടോ ഡി ടോ ആണ്. ആൻഡ് ടി വാരീസ് ഓവർ 0, 1. Now this will be less than or equal to supremum 0 less than or equal to t less than or equal to 1. ഇവിടെ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ആണുള്ളത്. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 മോഡുലസ് ഓഫ് കെ ടി ടോ എഫ് ഓഫ് ടോ ഡി ടോ. ഓക്കെ, ഇതിനെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 2 ഫങ്ഷൻസ് ആണ് നമ്മൾ, പ്രൊഡക്റ്റ് ഓഫ് 2 ഫങ്ഷൻസ് ആണ് നമ്മൾ എടുക്കണേ. ഇതിനെ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ ടി ടോ ടൈംസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് ടോ എന്നാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എനിക്ക് സുപ്രീമം, ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇൻ്റഗ്രൽ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ ഓഫ് 0 to 1 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ ടി ടോ. ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് ടോ എന്നുള്ളതിന് പകരം എഫിൻ്റെ സുപ്രീമം വാല്യൂ, എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1, സോ ഇറ്റ് അറ്റൈൻസ് എ മാക്സിമം സുപ്രീമം അറ്റ് സം പോയിൻ്റ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1. ആ വാല്യൂ ഉപയോഗിച്ച് ഞാൻ ഈ എഫ് ഓഫ് ടോവിനെ റീപ്ലേസ് ചെയ്യാണ്. സോ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഇനീക്വാലിറ്റിയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സോ എഫ് ഓഫ് ടോ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് ടോവിന് പകരം സുപ്രീമം ടോ വാരീസ് ഫ്രം 0 to 1 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് ടോ ഡി ടോ എന്ന് ഞാൻ എടുത്തു. നൗ ദിസ് ഇസ് എ കോൺസ്റ്റൻറ്റ്. നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് ടോയുടെ മാക്സിമം വാല്യൂ വെച്ച് ഇതിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ദർ ഈസ് നോ ടോ ഹിയർ, സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് സുപ്രീമം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് ടോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് നോം ഓഫ് എഫ്. സുപ്രീമം നോമാണത്. സോ ഈ എക്സ്പ്രഷനെ നമുക്ക് സുപ്രീമം ടി വാരീസ് ഫ്രം 0 to 1 ഇൻ്റഗ്രൽ 0 to 1 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ ടി ടോ നോം എഫ് ഡി ടോ എന്ന് എഴുതാൻ പറ്റും. ആൻഡ് നോം എഫ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. സോ നോം എഫ് ഇൻറ്റു സുപ്രീമം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇൻ്റഗ്രൽ 0 to 1 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ ടി ടോ ഡി ടോ എന്ന് നമുക്ക് എഴുതാം. സോ ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു, അതായത് ഇവിടെ നമ്മൾ ഇൻ്റഗ്രൽ 0 to 1 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ ടി ടോയിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ടോ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദിസ് വിൽ ബി എ ഫംഗ്ഷൻ ഇൻ ടി. ആൻഡ് ഓഫ് കോഴ്സ് കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ആ ടിയിലുള്ള ഫംഗ്ഷൻ ഒരു മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുകയും ചെയ്യും. ആ വാല്യൂ ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. സോ ദിസ് ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു നോം എഫ് ഫോർ ഓൾ എഫ് എലമെൻറ്റ് ഓഫ് C01. So we can say that A is a bounded operator and നമുക്കറിയാം നോം എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ വന്നിരിക്കുന്ന കോൺസ്റ്റൻറ്റ് ഏതാണോ അതിനേക്കാൾ ചെറുതായിരിക്കും നോം എ. സോ നോം എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇൻ്റഗ്രൽ 0 to 1 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ ടി ടോ ഡി ടോ. ആക്ച്വലി ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല, ഇതൊരു ഈക്വാലിറ്റി തന്നെയാണ്. നോം ഓഫ് എ എന്ന് പറയുന്നത് ഈ ക്വാണ്ടിറ്റി തന്നെയായിരിക്കും. അത് പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ഐഡിയ പറയാം, വിശദമായിട്ട് ഞാൻ പ്രൂവ് ചെയ്യുന്നില്ല. ഈ കെ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. നോം എഫ് ഈക്വൽ ടു 1 ആവുന്ന അല്ലെങ്കിൽ നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവുന്ന ഏതെങ്കിലും ഒരു എഫിന് നോം ഓഫ് എ എഫ് എന്ന് പറയുന്നത് ഞാനിതിനെ സേ എം എന്ന് വിളിച്ചു എന്ന് കരുതാം. ദിസ് ഇസ് ഈക്വൽ ടു എം ആവുന്നുണ്ട് എന്ന് കാണിച്ചാൽ നോം എ ഈക്വൽ ടു എം ആയിക്കോളും. അപ്പം അതിന് ഈ കെ ഓഫ് ടീറ്റോ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫുൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ, ഫുൾ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ഇഫ് ദിസ് ഇസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ത്രൂ ഔട്ട് 0, 1 ക്രോസ് 0, 1 ദെൻ എഫ് ആയിട്ട് നമുക്ക്
കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ 1 എടുത്താൽ ഈ പറയുന്ന ഈക്വാലിറ്റി കിട്ടും. ഇനി അതല്ല, ഇത് സ്ട്രിക്ട്ലി ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ f ഈക്വൽ ടു -1 എന്നുള്ള ഫംഗ്ഷൻ, ഇവരൊക്കെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്, C01 ഉണ്ട് ഇവർ. f ഈക്വൽ ടു -1 എന്നുള്ള ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈക്വാലിറ്റി കിട്ടും. പക്ഷേ എപ്പോഴും നമുക്ക് കെ ഓഫ് ടീറ്റോ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ആൾക്കാരല്ല. ഇത് വാരി ചെയ്തുകൊണ്ടിരിക്കുന്ന കേസിൽ നമുക്ക് ഒരു ലിമിറ്റിംഗ് കേസാണ് എടുക്കാൻ പറ്റുക. എവിടെയൊക്കെ ഗ്രേറ്റർ ദാൻ 0 ആണോ അവിടെയെല്ലാം f ഈക്വൽ ടു 1 എന്നും, എവിടെയൊക്കെ ലെസ് ദാൻ 0 ആണോ അവിടെയെല്ലാം f ഈക്വൽ ടു -1 എന്നും വാല്യൂസ് എടുക്കുക. പക്ഷേ ഇപ്പോൾ എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ എടുക്കുകയാണെങ്കിൽ എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവണമെന്നില്ല. ചില സ്ഥലത്ത് 1 ആയിരിക്കും, ചില സ്ഥലത്ത് -1 ആയിരിക്കും. സോ ദർ ഈസ് എ ബ്രേക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആവണമെന്നില്ല. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, എവിടെയാണോ നമുക്ക് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നത്, ഇപ്പോൾ ഈ പോയിന്റിലാണ് നമുക്ക് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുക. ഇതിൻ്റെ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ ഈ ഫംഗ്ഷനെ ഇങ്ങനെ ഒരു ലൈനായിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുഴുവനും -1ഉം ഇവിടെ വരെ 1ഉമാണ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ കുറച്ച് മുമ്പ് വെച്ച് തന്നെ ഇത് അവസാനിപ്പിക്കണോ. ഈ 1 എന്നുള്ള വാല്യൂ കുറച്ച് മുമ്പ് അവസാനിപ്പിച്ചു, -1 എന്നുള്ള വാല്യൂ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു ലൈൻ സെഗ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ എഫിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യുന്നു. ഇങ്ങനെ എവിടെയൊക്കെ നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നോ അവിടെയെല്ലാം ഈ രീതിയിൽ ചെറിയ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള എപ്സിലൺ ലെങ്ത്തുള്ള, നമുക്ക് പറയാം അങ്ങനെ എപ്സിലൺ വളരെ ഇൻഫിനിറ്റ്സിമൽ ആയിട്ടുള്ള വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആണെന്ന് അസ്യൂം ചെയ്തിട്ട് അത് അത്രയും ചെറിയ നെയ്ബർഹുഡ്സിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ലൈൻ സെഗ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ്സ് ആയിട്ട് എഫിനെ ഒന്ന് റീഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എഫ് കണ്ടിന്യൂസ് ആയിക്കോളും. ആൻഡ് നമുക്കറിയാം ചെറിയ ഇൻ്റർവെൽസിൽ, വളരെ ചെറിയ മെഷറുള്ള ഇൻ്റർവെൽസ് ഇൻ്റഗ്രൽ വാല്യൂവിനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യില്ല എന്ന് നമുക്കറിയാം. ഓൾമോസ്റ്റ് എവരിവെയർ എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ 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 ചെറിയതായിട്ടുള്ള ഇൻ്റർവെൽസ് ഇൻ്റഗ്രൽ വാല്യൂവിനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എഫിനെ ചൂസ് ചെയ്ത് ഈ ഈക്വാലിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറയുന്നേ ഉള്ളൂ, വിശദമായിട്ടുള്ള പ്രൂഫിലേക്ക് കടക്കുന്നില്ല. സോ എക്സാക്ട്ലി ഈ നോം ഓഫ് എ എന്ന് പറയുന്നത് ഇത് ഈക്വൽ തന്നെയാണ്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ C01 ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററാണ്. നമുക്കിനി അടുത്ത ഒരു എക്സാമ്പിളിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ എടുക്കുന്നത് L2 C01 ആണ്. L2 സ്പേസ് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ L2 സ്പേസിലുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഞാൻ L2 ഓഫ് C01 നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഐ നോ ദാറ്റ് നോം എഫ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to 1 absolute value of f of t square dt the whole power 1/2 ആണ് നമ്മുടെ നോം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വീണ്ടും ഇവിടെയും ഞാനൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ്. ഇവിടെ ഞാൻ k ഓഫ് ടീറ്റോ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷനായിട്ടല്ല എടുത്തിരിക്കുന്നത്. ദിസ് k ഓഫ് ടീറ്റോ ഇസ് എൻ എലമെൻറ്റ് ഓഫ് L2 ഓഫ് 01 ക്രോസ് 01. നമ്മളിതിനെ ഐ എന്ന് വിളിക്കുകയാണെങ്കിൽ L2 ഓഫ് I സ്ക്വയറിലുള്ള ഒരു ഫംഗ്ഷനാണ് ഈ കെ ഓഫ് ടീറ്റോ എന്ന് പറയുന്നത്. ഈ L2 ഓഫ് I സ്ക്വയർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്പേസാണ്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ L2 ഓഫ് C01 എന്ന് പറയുന്നത്. L2 ഓഫ് 01 സ്ക്വയർ എന്ന് പറയുന്നത്. ഈ കെ ഉപയോഗിച്ച് L2 ഓഫ് 01 നിന്ന് L2 ഓഫ് 01 നമ്മളൊരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുകയാണ്. സ്ക്രിപ്റ്റ് കെ എന്നാണ് ഞാനിതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഈ സ്ക്രിപ്റ്റ് കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നേരത്തെ ഡിഫൈൻ ചെയ്ത പോലെ തന്നെയാണ്. സ്ക്രിപ്റ്റ് കെ എഫ് അറ്റ് ദ പോയിന്റ് ടി. സ്ക്രിപ്റ്റ് കെ എഫ് എന്ന് പറയുന്നത് L2 ഓഫ് C01 ഒരാളായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കെ എഫ് ആക്ട്സ് ഓൺ ടി ആസ് ഇൻ്റഗ്രൽ 0 to 1 k ഓഫ് ടീറ്റോ എഫ് ഓഫ് ടോ ഡി ടോ. നോക്കുക, ഇവിടെ എടുത്തിരിക്കുന്ന ക്യാപിറ്റൽ കെ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓൺ L2 ഓഫ് I സ്ക്വയർ. ഇത് സ്ക്രിപ്റ്റ് കെ, ഇതാണ് ഇവിടുത്തെ ഓപ്പറേറ്റർ. അപ്പോൾ നമുക്കിനി നോക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ സ്ക്രിപ്റ്റ് കെ എഫ് എന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഫംഗ്ഷൻ L2 ഓഫ് C01 എന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യണം.
അപ്പോൾ അതാണ് ഞാൻ ആദ്യം നോക്കാൻ പോണത്. ഈ നമ്മളിവിടെ എടുത്തിരിക്കുന്ന L2 of I സ്ക്വയറിൽ നിന്ന് എടുത്തിരിക്കുന്ന ഈ ക്യാപിറ്റൽ K എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേര് കേർണൽ ഓഫ് ദ ഓപ്പറേറ്റർ സ്ക്രിപ്റ്റ് K എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ ക്യാപിറ്റൽ K ഈസ് ദ കേർണൽ ഓഫ് ദി ഓപ്പറേറ്റർ സ്ക്രിപ്റ്റ് K. ഇവിടെ സ്ക്രിപ്റ്റ് K ലീനിയർ ആണെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ഇനി നമുക്കത് L2 of 01-ലുള്ളതാണ് KF എന്ന് പറയുന്നത്, സ്ക്രിപ്റ്റ് KF എന്ന് പറയുന്നത് L2 of C01-ലുള്ളതാണ് എന്ന് നമുക്ക് നോക്കണം. അതിന് നമ്മൾ കോഷി ഷോർട്ട്സ് ഇനീക്വാലിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. സോ കോഷി ഷോർട്ട്സ് ഇനീക്വാലിറ്റി L2 സ്പേസിലാവുമ്പോൾ നമുക്കറിയുന്നത് ഇങ്ങനെയാണ്. ഇൻ്റഗ്രൽ A to B L2 of AB-ലാണെങ്കിൽ integral A to B absolute value of f of t g of t dt is less than or equal to integral A to B absolute value of f of t square dt the whole power 1 by 2 times integral A to B absolute value of g of t square dt to the power 1 by 2 for all f and g element of L2 of AB. ഇവിടെ എ ബിക്ക് പകരം നമുക്ക് C01 ആണ്, എഫിൻ്റെ സ്ഥാനത്ത് കെ ആണ്, ജിൻ്റെ സ്ഥാനത്ത് എഫ് ആണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ ആണ്. നമ്മുടെ കയ്യിലുള്ള കെ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് ആണ്. സോ നമുക്കറിയാം ഈ ക്യാപിറ്റൽ കെ എന്ന് പറയുന്നത് L2 of 01 സ്ക്വയറിലുണ്ട് എന്ന് നമുക്കറിയാം. അപ്പം ഞാനിവിടെ ടി ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കാം. ഒരു ഫിക്സഡ് ടിക്ക് കെ ഓഫ് ടി ടോ എന്ന് പറയുന്നതിനെ നമുക്ക് ഫംഗ്ഷൻ ഓഫ് ടോ എലോൺ എന്ന് നമുക്ക് ചിന്തിക്കാം. സോ ഫോർ എ ഫിക്സഡ് ടി ഈ കെ ഓഫ് ടി ടോ എന്ന് പറയുന്നത് L2 of C01 ഉണ്ടായിരിക്കും. സോ നമുക്ക് കോഷി ഷോർട്ട്സ് ഇനീക്വാലിറ്റി അവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഞാനൊരു ടി ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ആർബിട്രറി ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് this is actually equal to absolute value of integral 0 to 1 k t tau f of tau d tau. Okay, anyway that is less than or equal to, നമുക്കറിയാം modulus of integral less than or equal to integral of modulus. So this is less than or equal to integral 0 to 1 absolute value of k t tau f of tau d tau. Then Cauchy Schwarz inequality ഞാൻ യൂസ് ചെയ്തു. So that I will get this is less than or equal to integral 0 to 1 absolute value of k t tau square d tau the whole power 1 by 2 times integral 0 to 1 absolute value of f of tau square d tau the whole power 1 by 2. ഇതിൽ ഈ ഭാഗം integral 0 to 1 absolute value of f of tau square d tau the whole power 1 by 2 എന്ന് പറയുന്നത് norm f2 ആണ്. And here we have integral 0 to 1 absolute value of k t tau square d tau the whole power 1 by 2, and this is true for every t element of closed interval 0 1. Okay, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് absolute value of kf of t less than or equal to norm f2 integral 0 to 1 absolute value of k t tau square d tau the whole power 1 by 2 for all t element of closed interval 0 1 എന്നാണ്. ഇനി ഈ കെ എഫ് എന്ന് പറയുന്നതിൻ്റെ നോം സ്ക്വയർ എന്ന് പറയുന്നത് ഇത് L2 of AB-യിലുള്ള ഒരാളാണെന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to 1 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ എഫ് ഓഫ് ടി സ്ക്വയർ ഡി ടി എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ സ്ക്വയർ ഉള്ളത് കൊണ്ട് ഹോൾ പവർ 1 by 2 ഇല്ല. ഇതിപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് നോം F2 ഇൻറ്റു ദിസ് വാല്യൂ, നമുക്ക് ഈ 1 എന്നുള്ള ഇനീക്വാലിറ്റി ഞാനിവിടെ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 നോം F2 സ്ക്വയർ ഇൻ്റഗ്രൽ 0 to 1 absolute value of k t tau square d tau dt. ഇതാണ് നമുക്കിപ്പോൾ ഈ ഇനീക്വാലിറ്റി ഇവിടെ യൂസ് ചെയ്താൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോം F2 സ്ക്വയർ
നോം f2 സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഐ ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ്. സോ വാട്ട് റിമെയിൻസ് ഇസ് നോം f2 സ്ക്വയർ times integral 0 to 1 absolute value of k t tau square d tau dt. ഇത് L2 of I സ്ക്വയറിലെ നോമിൻ്റെ ഡെഫിനിഷനാണ്. സോ ദിസ് ഇസ് നോം ഓഫ് കെ, നോം കെ സ്ക്വയർ, ഇവിടെ എടുത്തിരിക്കുന്ന ഈ നോം എന്ന് പറയുന്നത് L2 ഓഫ് 0 1 സ്ക്വയർ, L2 ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 സ്ക്വയറിലെ നോമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. രണ്ട് സൈഡ് സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നോം ഓഫ് കെ എഫ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് കെ ഇൻറ്റു നോം ഓഫ് എഫ് ഫോർ ഓൾ എഫ് എലമെൻറ്റ് ഓഫ് L2 ഓഫ് എ ബി എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് സ്ക്രിപ്റ്റ് കെ എന്ന് പറയുന്ന ഈ ഓപ്പറേറ്ററിൻ്റെ നോം, ഓപ്പറേറ്ററിൻ്റെ 2 കെ ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഓപ്പറേറ്റർ നോം ഓഫ് സ്ക്രിപ്റ്റ് കെ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു L2 ഓഫ് ഐ സ്ക്വയറിലെ കെയുടെ നോം അതിനേക്കാൾ ചെറുതായിരിക്കും എന്ന് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് സ്ക്രിപ്റ്റ് കെ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ്. ലീനിയർ ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇസ് എ ബൗണ്ടഡ് ഓപ്പറേറ്റർ ആൻഡ് ഇറ്റ്സ് നോം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ക്യാപിറ്റൽ കെ, നോം ഓഫ് ദ കേർണൽ എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, സോ രണ്ടാമത്തെ എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു എളുപ്പമുള്ളൊരു എക്സാമ്പിളും കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഈ സെഷനിൽ കാണാം. ഇവിടെ ഞാൻ എടുക്കുന്നത് സീക്വൻസ് സ്പേസ് ആണ്, L2 സ്പേസ് ആണ് ഞാൻ എടുക്കുന്നത്. നമുക്കറിയാം L2 സ്പേസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ സമ്മബിൾ സീക്വൻസസ് ആണ്. അപ്പോൾ ഞാൻ L2 സ്പേസിലുള്ള ഒരു ആർബിട്രറി എലമെൻ്റായിട്ട് എക്സിനെ എടുക്കുകയാണ്. അതായത് എക്സ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ആണ്, മാത്രമല്ല ഇറ്റ് ഇസ് സ്ക്വയർ സമ്മബിൾ. അതായത് സമ്മേഷൻ ഓവർ ഐ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൽഫ ഐ സ്ക്വയർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ് എന്ന് നമുക്കറിയാം. ഇനി L2വിൽ നിന്ന് L2വിലേക്ക് നമ്മളൊരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യാണ്. ദിസ് ഇസ് ഡിഫൈൻഡ് ആസ് എ ഷിഫ്റ്റ് ഓപ്പറേറ്റർ. ഷിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പൊസിഷൻ റൈറ്റിലേക്ക് സീക്വൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. സോ ആൽഫ 1 ആൽഫ 2 എക്സെട്ര എന്നുള്ളതാണ് നമ്മുടെ സീക്വൻസ്. ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ 0 കൊണ്ടുവന്നു, ദെൻ ആൽഫ 1 ആൽഫ 2 ആൽഫ 3 എക്സെട്ര സെയിം. സോ ഒരു പൊസിഷൻ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഫസ്റ്റ് പൊസിഷനിലുണ്ടായിരുന്നയാൾ ഇപ്പോൾ സെക്കൻഡ് പൊസിഷനിലാണ്. സെക്കൻഡ് പൊസിഷനിലുണ്ടായിരുന്ന ആൽഫ 2 ഇപ്പോൾ തേർഡ് പൊസിഷനിലാണ്. അങ്ങനെ ഒരു റൈറ്റ് ഷിഫ്റ്റ് ഞാൻ ചെയ്തിരിക്കുകയാണ്. വളരെ ക്ലിയർ ആണ്, ഇതൊരു ലീനിയർ ഓപ്പറേറ്ററാണ്. ഇനി ഇവിടെ ഈ ദിസ് ഇസ് എ ഓഫ് എക്സ്. എ ഓഫ് എക്സിൻ്റെ നോം എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഓഫ് എക്സിൻ്റെ നോം എന്ന് പറയുന്നത് എ ഓഫ് എക്സിൻ്റെ ഐ വിൽ റൈറ്റ് ഇറ്റ് ഹിയർ, നോം ഓഫ് എ ഓഫ് എക്സ് ഇൻ L2 സ്പേസ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ ഐ എ എക്സ് എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ith പൊസിഷൻ അബ്സല്യൂട്ട് വാല്യൂ സ്ക്വയർ ദ ഹോൾ പവർ 1/2. ഇതാണ് നമുക്കിതിൻ്റെ നോമായിട്ട് വരിക. ഇനി ഇതെന്താണെന്ന് നോക്കുക. എ ഓഫ് എക്സിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ 0 ദെൻ സെക്കൻഡ് പൊസിഷൻ തുടങ്ങി ആൽഫ 1 ആൽഫ 2 ആൽഫ 3 എക്സെട്ര തന്നെയാണ് നമുക്ക് വരുന്നത്. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് സമ്മേഷൻ ഓവർ ഐ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൽഫ ഐ സ്ക്വയർ ദ ഹോൾ പവർ 1/2 വിച്ച് ഇസ് നത്തിങ് ബട്ട് നോം x2, നോം 2 ഓഫ് എക്സ്. സോ ഇവിടെ എ ഓഫ് എക്സിൻ്റെ നോമും എക്സിൻ്റെ നോമും സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നോമി എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. സോ ദിസ് ഇസ് എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ഓൺ L2 സ്പേസ്. കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ 3 എക്സാമ്പിൾ വളരെ കെയർഫുള്ളായിട്ട് പഠിക്കാം.